എൻ്റെ ബസ്സിന് മുന്നിൽ ഒരു പോലീസ് വണ്ടി, അതിനു മുന്നിൽ വഴി കാണിക്കാൻ വേണ്ടി ഒരു വണ്ടി, എൻ്റെ കൂടെയുള്ള ഒരു വണ്ടി, അതിൻ്റെ പിന്നിൽ മറ്റൊരു വണ്ടി. അത്രയേ ഉള്ളൂ. അതിനാണ് സതീശൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത് കേട്ടിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കിലുക്കത്തിൽ രേവതിയുടെ കഥാപാത്രമായ നന്ദിനി വട്ടഭിനയിച്ച് മോഹൻലാലിൻ്റെ കഥാപാത്രം ജോജിയെ വട്ടം കറക്കുന്ന സമയം. ആ സമയത്ത് പറയുന്ന അതേ ഡയലോഗ്, പൂച്ചട്ടി പൊട്ടിക്കൽ ഡയലോഗ്. അതേ ടോണില്ലേ എന്ന് തോന്നിയാൽ അതിൽ യാതൊരു തെറ്റുമില്ല. ഇനി രേവതിയെ പോലെ ഞാൻ അത്രയേ ചെയ്തുള്ളൂ, വേറൊന്നും ചെയ്തില്ല എന്ന് പറയാനാണോ എന്ന് തോന്നിയാലും അങ്ങനെ തോന്നുന്നവരെ കുറ്റം പറയാനാകില്ല. 2200 പോലീസുകാരുടെ അകമ്പടിയോടെ സഞ്ചരിക്കുന്ന യാത്രയാണ് നവകേരള സദസ്സ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി. ഈ നവകേരള യാത്ര ഒരു സാധാരണ ബസ്സിലാണ് പോകുന്നത്. അതെ, സാധാരണ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോലീസ് വണ്ടിയാണ് അതിന് മുന്നിലുള്ളത്. കറക്റ്റ്. അതിന് മുന്നിൽ വഴി കാണിക്കാനുള്ള പോലീസ് വണ്ടിയുണ്ട്. പിന്നല്ലാതെ പിന്നിൽ സാധാരണ നിലയ്ക്ക് എൻ്റെ കൂടെയുള്ള ഒരു വണ്ടിയുണ്ട്. അത് വേണ്ടെന്ന് വെക്കാനാകുമോ? അതിൻ്റെ പിന്നിൽ മറ്റൊരു വണ്ടിയുമുണ്ട്. ഇതാണ് 2200 പോലീസുകാർ എന്ന് പറയുന്നത്. വാഹനത്തിന് നേരെ അടിക്കുന്ന നില വന്നപ്പോൾ കൊല്ലത്തൊരു വണ്ടി കൂടുതലായി വന്നു. ഇതിനാണ് ഇത്ര വലിയ അപവാദം പ്രതിപക്ഷ നേതാവ് പ്രചരിപ്പിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. വെല്ലുവിളികൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. തന്നെ ഭീരു എന്ന് വിശേഷിപ്പിച്ച വി.ഡി. സതീശൻ തനിക്ക് ഭയമുണ്ടോ എന്ന് KPCC പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒറ്റയ്ക്ക് പോകുമ്പോൾ തനിക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ടുണ്ട്. അത്തരം ക്രിമിനൽ താവളങ്ങളിൽ കൂടെ പോലീസ് സംരക്ഷണമില്ലാതെ നടന്നുപോയ ആളാണ് താനെന്നും സതീശൻ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഇതിൻ്റെ കൂടെ മന്ത്രി വാസവൻ തള്ളിയിറക്കിയ കുറച്ച് പൊങ്ങച്ചം കൂടി ചേർത്താലോ? അതിൻ്റെ കൂടെ അതോട് ചേർത്ത് കേൾക്കുന്നത് ഒരു മെൻ്റൽ റിലാക്സേഷന് ബെസ്റ്റാണ്. അതും കൂടി പറയാം. കേരളത്തിന് ദൈവം നൽകിയ വരദാനമാണത്രേ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2018 പ്രളയകാലത്തും കൊറോണ കാലത്തും കേരളത്തിലെ ജനങ്ങളെ രക്ഷിച്ചത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയെ തൊടാൻ ആർക്കും കഴിയില്ല. അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങൾ രക്ഷാകവചമൊരുക്കും. തങ്ങളുടെ രക്ഷകനായ മുഖ്യമന്ത്രിയെ കാണാനായി നവകേരള സദസ്സിലേക്ക് ആളുകൾ ഓടിയെത്തുകയാണ് എന്നും വാസവൻ പറഞ്ഞു. കഴിഞ്ഞ 7 വർഷത്തിനിടെ കിടപ്പാടമില്ലാത്തവന് കിടപ്പാടം ഉണ്ടാക്കി കൊടുത്തു. കിടപ്പാടമില്ലാതെ എത്ര പേർ ആത്മഹത്യ ചെയ്തു? അതുകൂടി മന്ത്രി വാസവൻ ഓർക്കുന്നത് നന്നായിരിക്കും. 4 ലക്ഷത്തിൽ പരം ആളുകൾക്കാണ് ഇത്തരത്തിൽ കയറി കിടക്കാൻ കൂര ലഭിച്ചത്. അതെല്ലാം ഇഷ്ടജനങ്ങളല്ലേ? മെജോറിറ്റി അല്ലാന്ന് പറയാൻ പറ്റുമോ? സംസ്ഥാനത്ത് ജനങ്ങൾക്ക് 1600 രൂപയാണ് പെൻഷനായി നൽകുന്നത്. പെൻഷന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പെൻഷന്റെ കാര്യം പറയാൻ മറിയക്കുട്ടി ചേട്ടത്തി വന്നാൽ ഇതെല്ലാം വായടച്ചു മിണ്ടാതിരിക്കുകയുള്ളൂ. ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച കുട്ടികൾ വിദേശത്തേക്ക് പോകാതെ കേരളത്തിൽ തൊഴിൽദായകരാകുന്നു. എത്ര പേരാണ് ഇവിടുത്തെ വ്യവസായങ്ങൾ പൂട്ടിപ്പോയത് എന്നത് മറന്നോ? ഇവിടെ വളരെ മനോഹരമായി ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന കിറ്റെക്സ് ഇപ്പം മറ്റൊരു സംസ്ഥാനത്തിൽ നമ്പർ 1 ആണ്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടി ഇത്തരം കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ് നവകേരളം എന്ന് ഭയങ്കര വലിയ വായിൽ പറയുന്നത്. പ്രളയകാലത്തും കൊറോണ സമയത്തും കേരളത്തെ രക്ഷിച്ച മുഖ്യമന്ത്രിയെ കാണാനാണ് നവകേരള സദസ്സിലേക്ക് ജനങ്ങൾ എത്തുന്നത്. മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, ടെലിവിഷൻ സീരിയൽ കാണാനായി വൈകുന്നേരങ്ങളിൽ TV-ക്ക് മുന്നിലിരിക്കുന്ന അമ്മമാരെ പോലെയാണ് കൊറോണ കാലത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനായി ജനങ്ങൾ കാതോർത്തിരുന്നത് അത്രേ. കാലം കാത്തുവെച്ച കർമ്മയോഗിയാണ് പിണറായി വിജയൻ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഫിലിപ്പോസ് ക്രിസോസ്റ്റം തിരുമേനിയെ കാണാനായി കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പോരുന്നു. അന്ന് പരിശോധിച്ച് തിരിച്ചിറങ്ങുമ്പോൾ ഡോക്ടറോട് തിരുമേനി പറഞ്ഞത്, ഈ വെള്ളപ്പൊക്കത്തിൽ ഞാൻ പോകുമെന്നാണ് വിചാരിച്ചത് എന്നാണ്. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കാൻ കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത് കൊണ്ടാണ് എന്നായിരുന്നു അത്രേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അന്ന് തിരുമേനിയെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത് കേരളത്തിന് ദൈവം നൽകിയ വരദാനമാണ് പിണറായി വിജയൻ എന്ന്. കേരളത്തിന് കിട്ടിയ വരദാനമായി പിണറായി വിജയനെ തൊടാൻ ആർക്കും കഴിയില്ല എന്നും പിണറായിയെ ജനങ്ങൾ സംരക്ഷിക്കുമെന്നുമാണ് മന്ത്രി വാസവന്റെ തള്ളൽ. എന്തായാലും നവകേരള സദസ്സ് 2 ദിവസത്തിനെല്ലാം അവസാനിച്ച് എല്ലാവരും തിരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് അവരവരുടെ കൂടുകളിലേക്ക് കയറാനുള്ള സമയമായിരിക്കുകയാണ്. ആ അവസരത്തിലൊരു വിശകലനം പോലെ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു എന്ന് മാത്രം ധരിച്ചാൽ മതി എന്നാണ് പൊതുസമൂഹം ഇപ്പോൾ മന്ത്രി വാസവന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് പറയുന്നത്. എല്ലാവർക്കും ഇതേ അഭിപ്രായമല്ല സഖാവ്. ചില സഖാക്കന്മാർക്കും സഖാക്കന്മാരെ സ്നേഹിക്കുന്നവർക്കും ഇടതുപക്ഷത്ത് ചിന്തിക്കുന്നവർക്കുമാണ്. മറ്റുള്ളവർക്കറിയാം യാഥാർത്ഥ്യം എന്താണ് എന്ന്. ഇനിയിപ്പോൾ വലിയ രക്ഷയൊന്നുമില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പോകുന്ന പോക്കിൽ തള്ളി മറിച്ചിട്ടങ്ങ് പോകാം എന്ന് തന്നെയായിരിക്കും വാസവന്റെ നിലപാട് എന്നും പൊതുസമൂഹം പറയുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.